അതമ്മാനെ കാണില്ല. അമ്മ എന്താ ചെയ്യണേ? ബീഫ് വരട്ടിയിട്ട് ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ വിശേഷങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ വിശേഷങ്ങൾ ആദ്യം തന്നെ തുടങ്ങുന്നത് മക്കളെ അക്കാദമിയിലാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് എന്താ പറയുക, അവിടെ മെഹന്തി നൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ മക്കൾക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം. അപ്പോൾ ബീഫും ചിക്കനൊക്കെ കട്ട് ചെയ്തൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ശിവക്കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആണ്, ബീഫ് ഞാൻ കട്ട് ചെയ്ത് തരുന്ന വെച്ചാൽ ഓക്കെ ആണ്. അപ്പോൾ ചിക്കനൊക്കെ മസാല പുരട്ടിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി ആ ഒരു ടൈമിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പ്ലീസ് നല്ല കുട്ടിയിലെ പിന്നെ അങ്ങനെ ഈ കിച്ചണിൽ തിരക്കിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇനി വീഡിയോ എടുക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വലിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, രാവിലെ 10:30 കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ എടുത്ത് ഫ്രൈ ആക്കുകയാണ്. ആരും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാറ്റിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ അത് അവിടെ അങ്ങനെ കിടന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഏകദേശം 12:30 ആയപ്പോഴാണ് കേട്ടോ ബാക്കി എല്ലാവരും എത്തിയത്. നാത്തോനും മക്കളും വെള്ളേച്ചിൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും വന്നിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ പായസം ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ, ഉണ്ടാക്കിയത് അങ്ങനെ കുറുകിപ്പോയോ എന്നുള്ളത്. അങ്ങനെ ബിരിയാണി ചെമ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ 25 ആൾക്കുള്ള ബിരിയാണിയാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ചിക്കൻ ബിരിയാണിയാണ്, പിന്നെ മട്ടൺ മന്തിയും ഉണ്ട്. അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ടീമും കൂടി ഉണ്ട് കേട്ടോ വേറെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യം എത്തിയവർക്കൊക്കെ ആദ്യമൊക്കെ സെറ്റാക്കി വെച്ച് കൊടുക്കാറുണ്ട്. ഇനിയും കുറച്ച് ആളുകളൊക്കെ വരാണ്ട്. അപ്പോൾ ഇനി അടുത്തത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അതിലേക്ക് ഇരുന്ന്, കാരണം മക്കളൊക്കെ വിശക്കുക എന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂടുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇവരതൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് ഞങ്ങളവിടെ കിച്ചണിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യം ഇവരതൊക്കെ സെറ്റാക്കി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞേക്കാണ് കേട്ടോ. വേറെ ആളുകൾ വരാണ്ട് പറഞ്ഞപ്പോൾ ആ ഒരു തിരക്കിൽ ഞാൻ ഓരോ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഇളയച്ചി മക്കളും അതുപോലെ ഇളയച്ചിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ പോയി. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ആ ടൈമിൽ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു തിരക്കിൽ നടന്നില്ല. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ വെച്ചിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പെരുന്നാളിൻ്റെ ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോഴേക്കും ശിഖമോളൊക്കെ ശരിക്കും ഉറക്കം വന്ന് ഭയങ്കര ഉറങ്ങി തൂങ്ങിയിരിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്ക് തോന്നി ആദ്യമേ എടുത്താൽ മതിയെന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ. പക്ഷേ ആ ഒരു ടൈമിൽ ഭയങ്കര തിരക്കല്ലേ, അപ്പോൾ എനിക്ക് അതിനൊന്നൊരു മൂടുണ്ടാവില്ല. എല്ലാം കഴിഞ്ഞപ്പോഴാണ് അതിനൊരുങ്ങി വന്നിരിക്കുന്നത്.
അങ്ങനെ പിന്നെ പെരുന്നാൾക്ക് ഞങ്ങൾ ലാസ്റ്റ് അമ്മായിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അമ്മായി മക്കളൊക്കെ ഉണ്ട്, അമ്മായി മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ കുഞ്ഞാമത് അവിടെ വഴക്കൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അമ്മായിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്മായിൻ്റെ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. കാരണം ഇവരും അവിടുത്തെ മക്കളും എല്ലാവരും പാടെ കൂടി കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പൂച്ചക്കുട്ടി അവിടെ ഒരുപാട് പൂച്ചകളുണ്ട്. മക്കൾക്ക് പൂച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ഇഷ്ടമല്ല വേറൊരു സാധനമില്ല. അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക.